Hi friends, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് aikoora തലക്കറിയാണ്. അപ്പോൾ ചിലവർ ചെമ്പാൻ എന്ന് പറയും, പിന്നെ ഇംഗ്ലീഷിൽ ഇതിനെ കിങ് ഫിഷ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇത് തേങ്ങ അരച്ചിട്ടാട്ടോ വെക്കുന്നത്. അപ്പോൾ മുളകിട്ട് വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആണിത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് തേങ്ങ അരച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ വെക്കാന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പലർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ വെക്കുന്ന സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്കിത് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ അയക്കൂറയുടെ തലയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു 3/4 മുറി തേങ്ങയാണ് ആവശ്യം. ഇവിടെ ബോക്സ് ടൈപ്പാണ് കിട്ടുന്നത്, അതുകൊണ്ട് ഒരു 3/4 മുറിയാണ് ഇത് കാണുക. പിന്നെ സവാള, തക്കാളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി വെച്ചിട്ടാക്കണം കേട്ടോ, ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള തേങ്ങയൊക്കെയാണ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ അരച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിലേക്ക് നമ്മുടെ ആ തക്കാളിയും പിന്നെ സവാള, പച്ചമുളക് ഇതൊക്കെ ഇട്ടുകൊടുക്കാം. ഇത് നമുക്ക് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കുന്നതിന് പകരം കൈ കൊണ്ട് തിരുമ്മി കൊടുത്തിട്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഈ ഒരു ടൈപ്പിലാണ്. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു തെരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1.25 സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം, അതായത് ആവശ്യത്തിന് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പച്ചമുളക് നടുകീറിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയിൽ നിന്ന് 2-3 പീസ് നീക്കിയിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കൊടംപുളി വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചെടുത്താലും മതി. അപ്പം നമുക്കിവിടെ കൊടംപുളി ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് വെക്കാനായിട്ട് പോകുന്നത്. ഒന്നുകൂടി ടേസ്റ്റാണ് ആ ഒരു കൊടംപുളിയുടെ ആ ഒരു മണം കിട്ടുമ്പോൾ. പിന്നെ നമുക്ക് നമ്മൾ ആ ഫിഷ് കഴുകി വെച്ചിട്ടുള്ളതൊക്കെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ കൊടംപുളി ഇതിലിട്ടിട്ടുണ്ട്, ആ ഒരു വീഡിയോ എൻ്റേത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്യാം. കാരണം വലിയ മീനൊക്കെ നമ്മൾ വെക്കുമ്പോൾ കറി തിളക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫിഷൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഫിഷൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ കറി ഒന്ന് തൂമിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടുക അപ്പോഴാണ് കറിക്കൊക്കെ. അപ്പോൾ പാനിലേക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തൂമിക്കണ സമയത്തൊക്കെ കുറച്ച് ഉലുവ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈ ചുവന്നുള്ളിയും വേപ്പിലയും ഇട്ട് കൊടുക്കുക. ഈ ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരണ വരെ ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിട്ടാ. അപ്പോൾ നമ്മളെ ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, അടിപൊളി തലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് പൊറോട്ട ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുഴിച്ചിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ വളരെ ടേസ്റ്റാണ് കേട്ടോ. ചോറിൽക്കും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളിയായിരിക്കും.
അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്ര പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ.